Even now I bought someone. They shoot me here. That's a bullet. That's a bullet. Finally don't get no fuss. Finally be riding on my way. Finally woke up with some luck in the book. I don't give a up what someone say. Finally got my friends in the back of my roller. We gon' make it big one day. We gon' make it big, I say. We gon' make it big, just stay in there. Stay in the moment. Stay in the moment with me. Give you a moment. Give you a moment with me. Smell all the roses. Smell all the roses with me. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ പൊതുവായിട്ട് ദക്ഷിണാഫ്രിക്കയിലെ വീടുകളൊക്കെ എങ്ങനെയാണ്, സാധാരണ ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരാൻ തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നേണ്ടത്. ദക്ഷിണാഫ്രിക്കയിലെ ഞാൻ മുന്നേ അറിഞ്ഞിട്ടുണ്ട്, സോവേട്ടോ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പട്ടണമാണ്, അവിടെയാണ് നമ്മളുള്ളത്. അവിടുത്തെ ഒരു വീടാണ് ഇത്. ഇവിടെ വർണ്ണവിവേചനം ഉള്ള സമയത്ത് ഉണ്ടായിരുന്നൊരു വീടാണ്. ഇപ്പോഴും ഇവിടെ ആളുകൾ ഇങ്ങനത്തെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീടിൻ്റെ പേരെന്ന് പറഞ്ഞത്, ഇതിനെ പൊതുവായിട്ട് പറയുന്നത് മാച്ച് ബോക്സ് ഹൗസസ് എന്നാണ്. കാരണം നമ്മുടെ ചുവന്ന ഇഷ്ടിക വെച്ചിട്ടാണ് ഈ വീടുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള അച്ഛനെ മിഷക്കാണ്. മിഷക്ക് ഒരു അച്ചാച്ചനായിട്ട് വരും കേട്ടോ. പുള്ളിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞത് കുറേ കൊല്ലങ്ങളായിട്ട് പുള്ളി ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന വീടിൻ്റെ ചായയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ വീട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു വീട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു വരാന്തയുണ്ട്. ആ വരാന്ത എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ അവർ റെഡ് പെയിൻ്റ് അടിച്ചു കൊടുത്തേക്കുക. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ സെറാമിക് ടൈൽസ് ഇവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ ഇടാറുണ്ടല്ലോ, അതുപോലത്തെ ടൈൽസാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരുടെ വീടാട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ കുഞ്ഞ് ഇവരുടെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ പടം ചുമരിൽ വെച്ചിട്ടുണ്ട്. Is that you? It's my big brother, this one, but it's no stay. He's got a house in a day. Oh, okay. It's my big brother, another one. It's my mother and father. അപ്പോൾ ഇവരുടെ വീട്ടിലെ ഒരു ഹോളാട്ടോ ഇത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു വീട്ടിലൊരു ചെറിയ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ. സോഫ ഉണ്ട് ഇരിക്കാനായിട്ട്, ചെറിയ ടീപ്പോയി ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഫോട്ടോസ് വെക്കുമല്ലോ വീട്ടിൽ, നമ്മുടെ മുത്തച്ഛന്മാരുടെയും മുത്തച്ഛന്മാരുടെയൊക്കെ. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഇവരുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ഫോട്ടോ ചുമരിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് ഊരിയിട്ടിട്ടാണല്ലോ ഉള്ളിലേക്ക് കയറുക. പക്ഷേ ഇവിടെ അങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും എവിടെ പോയാലും നമുക്ക് ചെരുപ്പോട് കൂടി തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതൊരു പ്രശ്നമായിട്ട് ഇവിടുത്തുകാർ കാണാറില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇവിടെ റോഡുകളും സ്ഥലങ്ങളൊക്കെ ഭയങ്കര വൃത്തിയും വെടുപ്പും ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ ചെരുപ്പ് ഇട്ടിട്ട് തന്നെയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാറ്. അതാണ് എനിക്കൊരു തോന്നിയൊരു വ്യത്യാസമുള്ളൊരു കാര്യം കേട്ടോ. No, how many people stay here? Three. Me and my other sister of mine and this one. You have two sisters? Yeah, two sisters. Okay. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ആളുകൾ ജീവിക്കുന്നതും അവരുടെ ഒരു ഇതും. അപ്പോൾ ഇവരുടെ ഹോളാണിത്. നമുക്കിനി പോയിട്ട് കിച്ചൺ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇടത്തരം ആൾക്കാർ താമസിക്കണ പാവപ്പെട്ട ആൾക്കാരുടെ ഒരു വീട് കേട്ടോ. അപ്പോൾ ആ അടുക്കളയിൽ എന്നാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, മൈക്രോവേവും വലിയ ഗ്രില്ലുള്ള ഓവനും ഒക്കെ ഈ ഒരു അടുക്കളയിൽ കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യത്തിന് 2-3 പേർക്ക് പെരുമാറാൻ പറ്റിയ ഒരു അടുക്കളയാണ് ഇത്. പാത്രങ്ങളൊക്കെ മറ്റേ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളാണ് കാണാനുള്ളത് കേട്ടോ.
പക്ഷെ കബേർഡുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നല്ല കബേർഡുകൾ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു അടുക്കളയിൽ. അപ്പോൾ ഇത് ഇവരുടെ ഒരു അടുക്കളയാണ്. ഇത് ഇവരുടെ ബെഡ്റൂമാണ്. അപ്പോൾ ഒരു ചെറിയ സിംഗിൾ ബെഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു മിററും ഒരു ടേബിളും ഒക്കെ കാണാം. ഒരു ചെറിയ ബെഡ്റൂം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യണ അലമാരയില്ലേ, കബേർഡ്സൊക്കെ ഇവരുടെ വീട്ടിൽ നല്ല വൃത്തിക്കും മെനയിലും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടുകാരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്, അതുണ്ട്. കൂടാണ്ട് ഈ കാണുന്ന കുറച്ച് റെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അലുമിനിയം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, ഇവരുടെ വീടിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ഒരു 4 ഷെഡ് കെട്ടിയിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിന് ഒരു ഷെഡിൻ്റെ ഒരു വാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 റാൻഡാണ്. 300 റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 1200 രൂപ എല്ലാ മാസവും ഇവർ ഈ ഷെഡിൽ താമസിക്കുന്നവർ ഇദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ ഇവർക്കൊരു എക്സ്ട്രാ വരുമാനം ആവും ഈ താമസിക്കുന്നവർക്ക്. പിന്നെ ഇവരുടെ വേറൊരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ഒരു ഷോപ്പാണ്. ആ ഷോപ്പിനൊരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷോപ്പിനെ പറ്റി കാണും. അതിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ പറയാം. ഇത് ആ ഒരു അലുമിനിയം ഷീറ്റ് കൊണ്ട് ടെൻ്റ് ഇട്ട് പണിത് ആ വീടാട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിലടക്കം TV ഉണ്ട്, ചെറിയൊരു കിച്ചണുണ്ട്. ഇത് ആക്ച്വലി ചെറിയൊരു ടെൻ്റാണ്. അതിനുള്ളൊരു കിച്ചണുണ്ട്. പിന്നെ ഇവർ ഒരു കർട്ടൻ ഇട്ടുകൊണ്ട് ഇവരുടെ ബെഡ്റൂം ഭാഗം മറച്ചിരിക്കുകയാണ്. അതിൽ ജസ്റ്റ് ഒരു ചെറിയ ബെഡാണുള്ളത്. കാണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ഒരു ചെറിയ സോഫ. എല്ലാം ഈ ചെറിയ ടിന്ന് പോലത്തെ ഈ ഒരു വീടിൻ്റെ ഉള്ളിലാട്ടാ. കുഞ്ഞു കുട്ടികളും ഒരു ഫാമിലി മൊത്തമാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. 2 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും. അവരുടെ വീടാണിത് കേട്ടോ. അപ്പം മൊത്തമായിട്ട് അലുമിനിയം ഷീറ്റ് കൊണ്ട് മാത്രം പണിതിട്ടുള്ള, കുറച്ച് റെൻറ്റിന് വേണ്ടി പണിതിട്ടുള്ള വീടുകളാട്ടോ അത്. ചെറിയ ചെറിയ ഫാമിലികൾ, ബാച്ചിലേഴ്സൊക്കെയാണ് ഇതിൽ താമസിക്കുന്നത്. ഈ വീട്ടിൽ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളും ഇത്ര ചെറുതാണെങ്കിലും ഇവരുടെ വീട്ടിലൊക്കെ ഡിഷ് TV ഉണ്ട്, ഒരു TV ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ മോഡേൺ ഫെസിലിറ്റീസൊക്കെ ആക്സസിബിൾ ആണ്. ഇതാണ് ഇവരുടെ ബാത്റൂം. നമ്മുടെ നാട്ടിലും പണ്ട് പുറത്താണല്ലോ ബാത്റൂം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ടോയ്ലറ്റൊക്കെ കൊടുത്താണത്. അലുമിനിയം ഷീറ്റ് കൊണ്ട് കെട്ടിയ ടോയ്ലറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ളൊരു ക്ലോസറ്റ്. ഇത് തുണി അലക്കണ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവരുടെ ബാത്റൂം കണ്ടു. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഇവരുടെ അടുത്ത്, നിങ്ങൾ എങ്ങനെയാണ് കുളിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഡബ്ബ കണ്ടല്ലോ, ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വട്ടക എന്ന് പറയും. ആ വട്ടകയിൽ ആക്ച്വലി ചൂടുവെള്ളവും തണുത്ത വെള്ളം കൂടി നിറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് തലക്കോട് ഒഴിച്ചിട്ട് അവർ കുളിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത്ര അവർ കുളിക്കുക. അല്ലാണ്ട് നമ്മുടെ പോലെ മഗ് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടല്ല കുളിക്കുക, അല്ലെങ്കിൽ ഷവറൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ പേരാണ് വാസ്കോം എന്ന് പറഞ്ഞൊരു പാത്രം കേട്ടോ. അപ്പോൾ ഇതിലാണ് ഇവർ കുളിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വീട്. ഞാൻ വേറൊരു വീടും കൂടി കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കണ്ട ആളുടെ അനിയൻ്റെ വീടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീടും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം സാധാരണ ആൾക്കാർ ഇവിടെ എങ്ങനെയാണ് താമസിക്കുന്നത്, എങ്ങനത്തെ തരത്തിലുള്ള ഒരു വീടുകളിലൊക്കെയാണ് താമസിക്കുന്നതെന്ന് കാണിച്ചു തരാനാട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് മിഷക്ക് എന്ന് പറഞ്ഞൊരു അങ്കിളാണ്. അപ്പോൾ ഈ അങ്കിൾ ഇവിടെ ഈ അപ്പാർത്തൈഡ് എന്ന് പറയുമല്ലോ, വർണ്ണവിവേചനം, ആ ഒരു സമയത്തിന് മുന്നേ ഇവിടെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയുടെ ഒരു ചരിത്രവും ഇവിടെ എങ്ങനെയായിരുന്നു പാവപ്പെട്ട ആൾക്കാർ ജീവിച്ചിരുന്നതെന്നും അവരുടെ കഷ്ടപ്പാട് എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മിഷക്ക് അങ്കിളിനെ പോലുള്ള അങ്കിൾമാരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അമ്മാവന്മാരോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എന്തായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന്. For that time it was bad. We're working, wake up in the morning at 3 o'clock. 3 o'clock? Yeah, they told us everybody must wake up 3 o'clock. Who is telling? Well, the government. The government. The apartheid government. Yeah, by that time, if you don't work, they put in jail. They will put in jail? Yeah. Do not work, you're going to jail. You must work. അപ്പോൾ ഇവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ സമയത്ത് ഇവിടെ ഡച്ചും ബ്രിട്ടീഷുകാരും ഭരിച്ചിരുന്നു. ആ സമയത്ത് അതിരാവിലെ 3 മണിക്ക് എണീച്ചിട്ട് ഇവിടെയുള്ള എല്ലാ കറുപ്പ് വർഗ്ഗക്കാരായ ആളുകളെയാണ് ഇവർ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഗവൺമെൻറ് ആയിരുന്നു ഈ ബ്രിട്ടീഷുകാർ. അപ്പോൾ എല്ലാവരും 3 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകണം. ജോലിക്ക് പോയില്ലെങ്കിൽ അവർ പിടിച്ച് ജയിലിലിടുമെന്നാട്ടോ അദ്ദേഹം പറഞ്ഞത്. But you mustn't go in the white people's place. Okay. We stay this side. So if
if you go there, what will happen? They put in prison. Jail. Yeah, they don't want you there. ഇവിടെ It's whites only, blankets only. Even in the toilets in town, it's blankets only, whites only. If they get you in the white toilet, they put in jail. All the people is separate. ഓക്കെ. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലം, കറുപ്പ് വർഗ്ഗക്കാർ മാത്രമുള്ള സ്ഥലം എന്ന് പറഞ്ഞ് സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ടൗൺ എന്ന് പറയും ആ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഭരണാധികാരികൾ ആ സമയത്ത് ഭരിച്ചിരുന്നവർ താമസിച്ചിരുന്നത്. ആ സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ കറുപ്പ് വർഗ്ഗക്കാരായ ഇവിടുത്തെ ശരിക്കുള്ള ആൾക്കാർ പോകാൻ പാടില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. വർണ്ണവിവേചനം എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര ഊർജ്ജമായിട്ട് എല്ലാവരും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇദ്ദേഹം ആ സമയത്ത് കൂടെ കടന്നുപോയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. They shoot us. Others they died. They shoot us, no guns, just with stones. The stones. But they had guns. Yeah, they have guns. They didn't kill. Even now I bought someone. They shoot me here. That's a bullet. That's a bullet. Come here. ഇവിടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വർണ്ണവിവേചനം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വെടിയുണ്ടകൾ കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ മാർക്കായിട്ട് ഇദ്ദേഹം കാണിച്ചു തന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട അമ്മാവൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ കറുപ്പ് നിറത്തിൽ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കറുത്ത നിറത്തിൽ ഒരു കല്ല് ചെയ്യൂല, അതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അതല്ല, സാധാ സിമൻ്റ് ഇട്ട ഫ്ലോറിൽ ഇവർ ഷൂവിൻ്റെ പോളിഷ് വെച്ച് എല്ലാ ദിവസവും ഇത് ഉരച്ച് കറുപ്പ് കളറാക്കും. അത് അപ്പോൾ തിളങ്ങും ഇങ്ങനെ. അപ്പോൾ ഈ വിൻഡോ നോക്കിക്കഴിഞ്ഞാലും അവരതുപോലെ തന്നെ ഉള്ള ഈ ഷൂ പോളിഷ് വെച്ച് ചെയ്യുന്നതാണ്. അങ്ങനെയത്ര ഇവർ ഇവിടെ പൊതുവേ ചെയ്യുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടോ. ഇത് എല്ലാ ദിവസവും ഇവർ ചെയ്യുമെന്നുള്ളതാണ് ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഈ ഒരു വീട് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. ഈ വീടിൻ്റെ ഒരു ഹോളാട്ടോ ഈ കാണുന്നത്. നല്ലൊരു സോഫയുണ്ട്, പിന്നെ അത്യാവശ്യത്തിന് നല്ല വലിയൊരു ടീപ്പോയി ഉണ്ട്, നല്ല ഫ്ലവർ വേസ് ഉണ്ട്. ഈ ഭാഗം നല്ല രീതിയിൽ ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ അടുക്കളയാണ്. കണ്ടോ, പാത്രമൊക്കെ നമ്മളിങ്ങനെ സ്റ്റോറിലൊക്കെ അടക്കി വെച്ചോണം നല്ല രീതിക്ക് അടക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് ബെറ്റർ ആയിട്ടുള്ള ഒരു വീടാട്ടോ ഇത്. എനിക്കാണെങ്കിൽ ഇവർക്ക് ഇത്രയുടെയും ബെറ്റർ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഓരോരുത്തരുടെയും വീട് പല രീതിയിലിരിക്കും. ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ, വാഷിംഗ് മെഷീൻ. ഇത് ഇവരുടെ സ്റ്റൗ ആട്ടോ. കണ്ട, മുകളിൽ പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗ ആയിരിക്കും പൊതുവെ എല്ലാവരുടെയും. അടിയിൽ ഇങ്ങനെ മൈക്രോവേവ് ഉണ്ടാവും, ഓവൻ ഉണ്ടല്ലോ അത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കപ്പുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചാണ്. ഇത് ഇവരുടെ ഒരു ബെഡ്റൂമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ അലമാരയുടെ മുകളിലൊക്കെ സാധനങ്ങൾ കയറ്റി വയ്ക്കുമല്ലോ, അതുപോലെ തന്നെ ഇവിടെ എനിക്ക് കാണാനുണ്ടായിരുന്നു. ഒരു നല്ലൊരു വലിയ ബെഡ്, നല്ല ബെഡ്ഷീറ്റ്, നല്ല കളർഫുള്ളായിട്ടുള്ള ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ചിട്ടുള്ള ബെഡ്, സൈഡ് ടേബിൾസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വട്ടകയില്ലേ, വാസ്കോം എന്ന് പറഞ്ഞ പാത്രം, അതവിടെ ഇരിക്കണ കണ്ടോ. കുളിക്കുന്ന പാത്രമൊക്കെ ഒരു ബെഡ്റൂമിൽ വെച്ചാണ്. അപ്പോൾ ഒരു മിററുണ്ട്, ഡ്രസ്സിങ് ടേബിളുണ്ട്, അലക്കണ തോരയിടണ പാത്രമുണ്ട്. ഇത് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഷോപ്പാണ്, ഒരു ചെറിയ പെട്ടിക്കട. ഈ ഒരു ഷോപ്പ് ഉണ്ടാക്കിയാണത് നമ്മുടെ കണ്ടെയ്നർ ഉണ്ടല്ലോ, ഷിപ്പിംഗ് കണ്ടെയ്നർ, അത് വെച്ചിട്ടാണ്. അത് കട്ട് ചെയ്തിട്ട് ഒരു ഷോപ്പ് ആക്കിയിരിക്കുകയാണ്. ഇത് വേറൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ കണ്ടെയ്നറിൻ്റെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു 6 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇവർ പറയണത് ഒരു ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇങ്ങനത്തെ കണ്ടെയ്നറൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് അവൈലബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇല്ലീഗലായിരുന്നു. പക്ഷേ പിന്നീട് ഇവിടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ കൊണ്ട് ഒരു ഷോപ്പ് ഉണ്ടാക്കിയത്. ഇത് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ജോലിയില്ലാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഇതിൻ്റെ ഓണറായിട്ടുള്ള ആൾ തന്നെ കുറേ കൊല്ലങ്ങളോളം ഒരു ജോലി ഇല്ലാണ്ടായിട്ട്, അപ്പോൾ സ്വന്തം ഫാമിലിക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയത്. ഇതൊരു കമ്മ്യൂണിറ്റി ഷോപ്പാട്ടോ. ഇവിടെ ഡ്രിങ്ക്സ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുമാണ് ഇവരിവിടെ വിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഷോപ്പ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒരു കണ്ടെയ്നർ കൊണ്ട് ഒരു ഷോപ്പ് ഉണ്ടാക്കിയാണ് കാണാനായിട്ട്. ഇത് പൊതുവായിട്ട് ഇവിടെ കാണാം കേട്ടോ ഇങ്ങനത്തെ ഷോപ്പുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പാണിത്. ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ്റെ വീടും
അവൻ്റെ ഒരു പരിസരവുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ദക്ഷിണാഫ്രിക്കനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ ചാനലിന് ഇത്രയോടെയും ആളുകളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യണ ഓരോരുത്തരുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇതിലും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ടിൽ ദാൻ ദിസ് ഈസ് ഐശ്വര്യ രാം. ടാറ്റ ബൈ ബൈ ഫ്രോം AR360. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.